സ്റ്റാലിൻ കുളിച്ചിറങ്ങി വരുമ്പോൾ മീനു കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരി ഇരിപ്പുണ്ടായിരുന്നു. ഒരു പുതപ്പ് മാത്രമാണ് അവളുടെ നഗ്ന ശരീരത്തെ മറച്ചുകൊണ്ടിരുന്നത്. മീനു സ്റ്റാലിനെ നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. കട്ടിലിരുന്നതും മീനു അവനെ കെട്ടിപ്പിടിച്ചു. സ്റ്റാലിൻ പുഞ്ചിരിച്ചുകൊണ്ട് പുതപ്പോടെ അവളെ അങ്ങ് അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മീനുവിൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. മീനു, സ്റ്റാലിൻ മെല്ലെ വിളിച്ചു. എന്തേ ഇച്ചേ? മീനു മെല്ലെ വിളി കേട്ടു. എഴുന്നേൽക്കുന്നില്ലേ മീനൂട്ടി ഇന്ന് നീ? അച്ഛനും പ്രീതമ്മയും പോകുന്നതല്ലേ? സ്റ്റാലിൻ മെല്ലെ ചോദിച്ചു. ഞാൻ എഴുന്നേൽക്കണോ ഇച്ചേ? എന്നെ എടുക്ക്, എന്നിട്ട് കുളിപ്പിച്ചതാ, മീനു പറഞ്ഞു. കൊഞ്ചാതെ പോയി കുളിച്ചേ മീനു. സ്റ്റാലിൻ പറഞ്ഞു. പറ്റില്ല, എന്നെ ഇച്ച തന്നെ കുളിപ്പിക്കണം, മീനു പറഞ്ഞു. നിർബന്ധമാണോ? സ്റ്റാലിൻ ചോദിച്ചു. നിർബന്ധമാണ്, മീനു പറഞ്ഞു. എന്നാ ഇവിടെ ഇരിക്ക്, ഞാൻ എൻ്റെ മീനൂട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുക്കട്ടെ, സ്റ്റാലിൻ പറഞ്ഞു. പോയി വാ, മീനു പറഞ്ഞു. സ്റ്റാലിൻ പോയി കബോർഡ് തുറന്നു നോക്കി. അതിൽ നിന്ന് ഒരു ജോഡി ഡ്രസ്സും ടവലും എടുത്തുകൊണ്ട് സ്റ്റാലിൻ മീനുവിൻ്റെ അടുത്തേക്ക് വന്നു. വാ മീനു മോളെ, നമുക്ക് കുളിക്കാം, സ്റ്റാലിൻ പറഞ്ഞു. എടുക്കോ? മീനു ചോദിച്ചു. ഈ പെണ്ണിൻ്റെ ഓരോ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ മീനുവിനെ പൊക്കിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ബാത്റൂമിൽ കയറി സ്റ്റാലിൻ മീനുവിനെ കൊണ്ടുപോയിട്ട് ഷവറിൻ്റെ ചുവട്ടിലായി കൊണ്ടു നിർത്തി. എൻ്റെ മീനു, നിനക്ക് നല്ല വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നീ ഗുണ്ടുമണിയായി, സ്റ്റാലിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഇനിയും തടി വയ്ക്കും, എന്നിട്ട് ഈ വീടിൻ്റെ അത്ര തടിയാവും, മീനു പറഞ്ഞു. ആയിക്കോട്ടെ, എൻ്റെ കൊച്ചു തടി വെച്ചോ, എനിക്കതിൽ കുഴപ്പമില്ല കേട്ടോ, സ്റ്റാലിൻ ഷവർ ഓണാക്കിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. മീനു സ്റ്റാലിനെ നോക്കി നിന്നു. എന്നാൽ അവൻ അവളെ കുളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞ് സ്റ്റാലിൻ ടവൽ കൊണ്ട് തലയാക്കി തുവർത്തി കൊടുത്തു. ശേഷം അവളുടെ ദേഹത്ത് ടവൽ നെഞ്ചിന് മുകളിലായി ചുറ്റി കൊടുത്തുകൊണ്ട് മീനുവിനെ അവൻ എടുത്തു. റൂമിൽ കൊണ്ടുവന്ന് മീനുവിനെ നിർത്തിയതിനു ശേഷം അവിടെ മീനുവിനെ ഇടാൻ വേണ്ടി വെച്ചിരുന്ന ഡ്രസ്സ് ഇടിയിപ്പിച്ചു. ശരിക്കും ഒരു കുഞ്ഞിനെ പോലെ സ്റ്റാലിൻ അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നു. ഇനി മുടി കെട്ടിത്തരണം, പൊട്ടിട്ട് തരണം, പിന്നെ ആ സിന്ദൂരവും തൊട്ട് തരണം, മീനു പറഞ്ഞു. വാ എന്ന് പറഞ്ഞ് സ്റ്റാലിൻ മീനുവിനെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. ശേഷം അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ കറുത്ത പൊട്ടെടുത്ത് മീനുവിന് വെച്ചു കൊടുത്തു. സിന്ദൂരച്ചെപ്പിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരം അവളുടെ ആ നെറുകിൽ അവൻ ചാർത്തി കൊടുത്തു. മുടി ചീവി രണ്ട് സൈഡിൽ നിന്നും കുറേശ്ശെ എടുത്ത് ക്ലിപ്പിട്ട് വെച്ചു. ഇപ്പോൾ സുന്ദരിയായി, പിന്നിൽ നിന്നും മീനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റാലിൻ പറഞ്ഞു. ഞാൻ സുന്ദരിയായി, മീനുവും പറഞ്ഞു. സ്റ്റാലിൻ മീനുവിനെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. മീനു സ്റ്റാലിനെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഇച്ചേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മീനു ചോദിച്ചു. ആ ചോദിക്കേ, സ്റ്റാലിൻ പറഞ്ഞു. ഇച്ച എന്നെ കുളിപ്പിച്ച് തന്നില്ലേ, അപ്പോൾ ഇച്ച എന്താ എന്നോട് റൊമാൻസ് ആവാതെ ഇരുന്നത്, മീനു ചോദിച്ചു. എൻ്റെ മീനു, എനിക്ക് നീ ഭാര്യ മാത്രമല്ല, എൻ്റെ മകൾ കൂടിയാണ്. ആ നിന്നോട് എനിക്ക് എപ്പോഴും റൊമാൻസ് എന്ന ഫീൽ മാത്രമല്ല ഉള്ളത്. എനിക്ക് ലോകത്തിൽ ഏറ്റവും അവകാശപ്പെട്ട ഒന്ന് നീയാണ്. ആ നിന്നിൽ ഞാൻ എനിക്ക് പ്രിയപ്പെട്ട എന്നെ കാണുന്നുണ്ട്. ദർ ഈസ് നോ വൺ ഇൻ ദിസ് വേൾഡ് ആസ് ഡിയർ ടു മീ ആസ് യു. ഐ ഹാവ് നെവർ റിസീവ്ഡ് എ ഗിഫ്റ്റ് ആസ് precious as you, and there will never be a replacement for you. സ്റ്റാലിൻ ഒരു പുഞ്ചിരിയോടെ മീനുവിൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്കും കുറേ ഇഷ്ടവായിച്ചേ എന്ന് പറഞ്ഞ് മീനു അവനെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു. വാ, ഇനി നമുക്ക് താഴേക്ക് പോകാം, മീനു, അവിടെ അച്ഛ അമ്മ ഒക്കെ ഉണ്ടാകും, സ്റ്റാലിൻ പറഞ്ഞു. പോണോ? മീനു ചോദിച്ചു. പോവണം, വാ, സ്റ്റാലിൻ പറഞ്ഞു. പോവണോ ഇച്ചേ? മീനു വീണ്ടും ചോദിച്ചു. പിന്നെ പോവാതെ, ഇന്ന് അച്ഛനും പ്രീതിയമ്മയും പോവല്ലേ, അപ്പോൾ നമ്മൾ വേണ്ടേ അവിടെ, സ്റ്റാലിൻ ചോദിച്ചു. അത് വേണം, ഇപ്പോൾ തന്നെ പോവണോ എന്നാ ഞാൻ ചോദിച്ചേ, മീനു ചോദിച്ചു. ഇപ്പം തന്നെ പോകണം, കൊഞ്ചാതെ വന്നേ പെണ്ണെ, വാ പോകാം. സ്റ്റാലിൻ മീനുവിനെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് നടന്നു. വേദ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറന്നു. അവൾ ക്ലോക്കിൽ സമയം നോക്കി. അപ്പോൾ സമയം 7:30 ആയിരിക്കുന്നു. അതോടെ വേദ പെട്ടെന്ന് എഴുന്നേൽക്കാൻ നോക്കിയതും അവൾ കട്ടിലേക്ക് തന്നെ വീണു. ആകാശ് പിടിച്ച് വലിച്ചിട്ടുകൊണ്ട് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. കണ്ണുകൾ അടച്ചു കിടന്നു. ആകാശേട്ടാ, വിട്ടേ, സമയം 7:30 എനിക്ക് വേഗം താഴെ പോകണം, വേദ പറഞ്ഞു. പോവണ്ട, ആകാശ് പറഞ്ഞു. അങ്ങനെ പറയല്ലേ, എനിക്ക് പോകണം, അവിടെ പാവം അമ്മ ഒറ്റയ്ക്ക് അടുക്കളയിലായിരിക്കും, വേദ പറഞ്ഞു. അതോടെ ആകാശ് വേദയുടെ മുകളിലായി കയറി കിടന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പോണോ ദേവൂട്ടി, ആകാശ് ചോദിച്ചു. പാവമല്ലേ അമ്മ, വേദ പറഞ്ഞു. ഞാനും പാവല്ലേ, ആകാശ് വേദയുടെ കഴുത്തിൽ മുഖമമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. പാവാ, വേദ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആകാശ് വേദയുടെ കഴുത്തിൽ കടിച്ചുകൊണ്ട് മെല്ലെ ഒന്ന് നുണഞ്ഞു വിട്ടു. ഏട്ടാ, അവളൊന്ന് കുറുകി. വേദ, അവൻ വിളിച്ചുകൊണ്ട്. ആകാശ് വേദയുടെ ആ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. വേദ ഒന്ന് മൂളി. ആകാശിൻ്റെ ചുണ്ടുകൾ അവളുടെ നഗ്ന ശരീരത്തിലൂടെ ആകെ പടർന്നു തുടങ്ങിയിരുന്നു. അവളിലെ ഓരോ ഭാഗത്തും അവൻ്റെ ചുണ്ടുകൾ മെല്ലെ മൃദുവായി പതിഞ്ഞുകൊണ്ടിരുന്നു. വേദ കിതപ്പോടെ ആകാശിൻ്റെ മുഖം മുഴുവനായി ചുംബിച്ചുകൊണ്ടിരുന്നു. വേദ, ആകാശ് വേദയുടെ ചെവിയിൽ കടിച്ചു വിട്ടുകൊണ്ട് മെല്ലെ വിളിച്ചു. ആകാശേട്ടാ, വേദ മെല്ലെ വിളിച്ചു. നിൻ്റെ ഈ വിളി ഉണ്ടല്ലോ, ഓഹ്, അതാണ് എൻ്റെ ഫുൾ കൺട്രോൾ കളയുന്നത്, ആകാശ് പറഞ്ഞു. ആണോ,
വേദ ചിരിയോടെ ചോദിച്ചു. അതേ പൊന്നെ. ആകാശ് ചിരിയോടെ പറഞ്ഞു. ലവ് യു. വേദ പറഞ്ഞു. ലവ് യു ടു ദേവുട്ടി എന്ന് പറഞ്ഞ് ആകാശ് ആ നിമിഷം വേദയിലേക്ക് പടർന്നു കയറി. മീനുവും സ്റ്റാലിനും താഴേക്ക് വരുമ്പോൾ അവിടെ അച്ഛനും പ്രീതിയും അനിതയും അർജുനും ഇരിപ്പുണ്ടായിരുന്നു. ആ വന്നോ കപ്പിൾസ്? അർജുൻ ചോദിച്ചു. വന്നടാ വന്നു, സ്റ്റാലിൻ പറഞ്ഞു. ഒന്നുമില്ല എൻ്റെ ഏട്ടാ, ഇവിടെ ഇരിക്കെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? അർജുൻ ചോദിച്ചു. നീ ചോദിക്കേ, സ്റ്റാലിൻ ചെയറിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവൻ്റെ അടുത്തായി മീനുവും ചെന്നിരുന്നു. ഏട്ടൻ്റെ തോക്കുണ്ടോ? അർജുൻ ചോദിച്ചു. ഇവനിത് എന്തൊക്കെയാ ചോദിക്കുന്നേ? ഡാ ചെക്ക, നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങും കേട്ടോ, പ്രീതി പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതിരിക്കേ. സ്റ്റാലിനേട്ടൻ പറ, കയ്യിൽ തോക്കുണ്ടോ? അർജുൻ ചോദിച്ചു. ഉണ്ടടാ. മീനുവാണ് അതിന് മറുപടി പറഞ്ഞത്. അതെങ്ങനെ ഏട്ടത്തിക്കറിയാം? അർജുൻ ഒരു പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്, മീനു പറഞ്ഞു. ആണോ? എനിക്കും കൂടെ കാണിച്ചു തരുമോ തോക്ക്? ഒരാളെ വെടിവെക്കണം, അർജുൻ പറഞ്ഞു. അയ്യോ, നീ ജയിലിൽ പോകും, മീനു പറഞ്ഞു. അർജുൻ എന്തോ പറയാൻ വന്നപ്പോൾ ആണ് ധ്രുവും ദേവും അവിടേക്ക് വന്നത്. അതോടെ അർജുൻ പറയാൻ വന്നത് നിർത്തി. എന്താടാ അജു നീ നിർത്തിയത്? നിനക്ക് ആരെ തട്ടിക്കളയാനാ തോക്ക്? ധ്രുവൻ ചോദിച്ചു. എന്നിട്ട് എൻ്റെ പേരിൽ കേസെടുക്കാനല്ലേ? ഞാൻ ആരെയും കൊല്ലുന്നില്ല, അർജുൻ പറഞ്ഞു. ആ അതാണ്, തോക്കിരിക്കേണ്ട കയ്യിൽ ഇരുന്നോളും കേട്ടോ, ബലരാമൻ പറഞ്ഞു. മോനെ സ്റ്റാലി, ധ്രുവ ചായ തരട്ടെ, അനിത ചോദിച്ചു. ആദ്യം കൂടെ വരട്ടമ്മേ, സ്റ്റാലിൻ പറഞ്ഞു. പിന്നെ ആകാശം വന്നില്ലല്ലോ, ധ്രുവ് പറഞ്ഞു. അത് ശരിയാണല്ലോ, സാധാരണ വേദയാണ് ആദ്യം എഴുന്നേറ്റ് വരാറുള്ളത്, ദേവു പറഞ്ഞു. ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും, മീനു പറഞ്ഞു. ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോകും. അർജുൻ നീ ഇവിടെ നിന്നോ കേട്ടോ, ബലരാമൻ പറഞ്ഞു. ആ സൂക്ഷിച്ചു പോണം, അർജുൻ പറഞ്ഞു. അതൊക്കെ സൂക്ഷിച്ചോളാം, അച്ഛൻ പോയി അടിച്ച് പൊളിച്ചിട്ട് വാ, ധ്രുവൻ പറഞ്ഞു. അതെന്നെ, സ്റ്റാലിനും പറഞ്ഞു. ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് കൊണ്ടു പോകുന്നുണ്ടോ നീ? അനിത ചോദിച്ചു. ഏയ്, ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല. കുറച്ചു കാലം അവിടുത്തെ ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഇനി അവിടെ ചെന്ന് അടിച്ചു പൊളിക്കണം, അതിനാണ് പോകുന്നത്, പ്രീതി പറഞ്ഞു. വൈബ് തന്തേം തള്ളേം, അർജുൻ പറഞ്ഞു. അതേടാ, എന്തേലും കുഴപ്പമുണ്ടോ? ബലരാമൻ ഒരു പുച്ഛത്തോടെ ചോദിച്ചു. ഒരു കുഴപ്പവും ഇല്ലേ, അർജുൻ പറഞ്ഞു. അതൊക്കെ വിടേട്ടാ, മക്കളെ നിങ്ങൾ ഹണിമൂണിന് പോകുന്നില്ലേ? പ്രീതി ചോദിച്ചു. പോവണം, ഇതിപ്പോൾ ആദിയുടെയും കല്യാണം കഴിയാൻ വേണ്ടിയായിരുന്നു പോവാതിരുന്നത്. ഇനി പോകും. ഞങ്ങൾ പോയാൽ അമ്മയ്ക്ക് കൂട്ടായി അർജുനുണ്ടല്ലോ ഇവിടെ, ആ സമാധാനമുണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. അതെ, ഞാനും എൻ്റെ അനിയമ്മയും കൂടെ കറങ്ങാൻ പോകും, അർജുൻ പറഞ്ഞു. നിനക്ക് കാമുകിയൊന്നുമില്ലേ അജു? ദേവ് ചോദിച്ചു. ഏയ്, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല ദേവേടത്തി, ഞാൻ സിഗ്മയാണ്, അർജുൻ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ഈ സിഗ്മയ്ക്ക് പെണ്ണില്ലായ്മയെന്നും പറയുന്നുണ്ട്, മീനു പറഞ്ഞു. അതാണ് ഇന്നലെ ആകാശും ആദിയും പറയാനായി വന്നത്, ധ്രുവം പറഞ്ഞു. അതല്ല മക്കളെ, നിങ്ങളിനി എന്ന് മുതലാ ജോലിക്ക് കയറാൻ പോകുന്നത്? ബലരാമൻ ചോദിച്ചു. ഞങ്ങളിനി ഹണിമൂണൊക്കെ പോയിട്ടേ ഇനി പോകൂ അല്ലേ ധ്രുവ? സ്റ്റാലിൻ ചോദിച്ചു. അതെ, പിന്നെ അളിയന്മാർ ഇത്തിരി റിച്ചാണെന്നറിയാലോ, ധ്രുവം പറഞ്ഞു. അതെ, അതറിയാം. പിന്നെ ധ്രുവേട്ടാ, വേറെ കാര്യം പറയട്ടെ, അർജുൻ പറഞ്ഞു. നീ പറ മോനെ, അനിത പറഞ്ഞു. എൻ്റെ ഒരു ഏട്ടൻ DYSP, വേറെ ഏട്ടൻ കമ്മീഷണർ, 2 ഏട്ടന്മാർ ബിസിനസ്സുകാർ. എനിക്കിനി എന്തോ വേണം? ഞാനങ്ങ് റിച്ചായി പോയി അല്ലേ, അർജുൻ പറഞ്ഞു. അതെ, നീ വല്ലാതെ റിച്ചായി പോയി. നല്ലതല്ലേടാ മോനെ, നാളെ മുതൽ പഠിക്കാൻ പൊക്കോണം, ധ്രുവ പറഞ്ഞു. അതെ, പഠിച്ച് നീയൊരു നിലയിലാവണത് ഏട്ടന്മാർക്ക് കാണണം, സ്റ്റാലിൻ പറഞ്ഞു. ഏട്ടത്തിമാർക്കും കാണണം, ദേവും മീനുവും ഒരുമിച്ച് പറഞ്ഞു. അതിനാദ്യം എൻ്റെ ഏട്ടത്തിമാർ കോളേജിൽ പോ, എന്നിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യ്, അർജു പറഞ്ഞു. എടാ, എൻ്റെയും മീനുവിൻ്റെയും കല്യാണം കഴിഞ്ഞു, ഞങ്ങളിനി പഠിക്കാൻ പോകുന്നില്ല, ദേവു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുക്കടി, മീനുവും പറഞ്ഞു. മതി മതി, ഇനി നിങ്ങൾ 2 പേരും ഇങ്ങ് വന്നേ, വാ നമുക്ക് അടുക്കളയിൽ പണിയുണ്ട്, അനിത പറഞ്ഞു. അതോടെ ദേവും മീനുവും അർജുനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അത് കണ്ട് ധ്രുവനും സ്റ്റാലിനും ബലരാമനും പ്രീതിയും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. ആദിയാണ് ആദ്യം എഴുന്നേറ്റത്. അവൻ എഴുന്നേറ്റ് കണ്ണൊന്ന് ചിമ്മി തുറന്നുകൊണ്ട് അടുത്ത് കിടന്ന വിന്ധ്യയെ നോക്കി. അവൾ നല്ല ഉറക്കത്തിലാണ്. ആദ്യമല്ലേ അവളുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്ന് കൊണ്ട് വിന്ധ്യയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. വിന്ധ്യ ഒന്ന് കുറുകിക്കൊണ്ട് ഒന്നുകൂടി ചുരുണ്ടു കിടന്നു. മിത്ര, ആദ്യം മെല്ലെ വിളിച്ചു. വിന്ധ്യ ഒന്ന് മൂളിക്കൊണ്ട് കണ്ണു തുറന്നു. ആദിയെ നോക്കി പുഞ്ചിരിച്ചു. എഴുന്നേൽക്കുന്നില്ലേ? നമുക്ക് താഴേക്ക് പോകണ്ടേ? ഈ കിടപ്പ് കിടന്നാൽ മതിയോ? ആദി ചോദിച്ചു. ഇപ്പോൾ തന്നെ പോണോ ദേവേട്ട? കുറച്ചുകൂടെ ഉറക്കം വരുവാ, വിന്ധ്യ പറഞ്ഞു. ഇന്ന് അച്ഛനും അമ്മയും അവർ പോവല്ലേ, നമ്മളോട് അവരുടെ കൂടെ യാത്ര പറയാൻ പോലും ചെല്ലരുതെന്നാ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടേക്ക് ചെല്ലാതെ ഇരിക്കുന്നത് എങ്ങനെയാ? ആദി ചോദിച്ചു. ഓ, അങ്ങനെയൊരു കാര്യമുണ്ടല്ലേ. എന്നാ ദേവേട്ടൻ ചെല്ല്, പോയി കുളിച്ചോ, ഞാനൊന്ന് സെറ്റാവട്ടെ, വിന്ധ്യ ഒരു ചിരിയോടെ പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് കുളിച്ചാലോ? ആദി ചോദിച്ചു. ചെല്ല്, പോയി കുളിക്ക് ദേവേട്ട, വിന്ധ്യ പറഞ്ഞു. അതോടെ ആദി അഴിഞ്ഞുകിടന്ന ഡ്രസ്സെല്ലാം എടുത്തിട്ടുകൊണ്ട് ഒരു ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് വേഗം കുളിക്കാനായി കയറി. ആദി പോയി കുറച്ച് സമയം കഴിഞ്ഞതും വിന്ധ്യ പതിയെ എഴുന്നേറ്റിരുന്നു.
അഴിഞ്ഞുപോയ മുടി വാരി ചുറ്റിക്കെട്ടി വെച്ചുകൊണ്ട് അവൾ അങ്ങനെയിരുന്നു. ശേഷം നിലത്ത് കിടന്ന ഡ്രസ്സെല്ലാം എടുത്തിട്ട് ആ കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേറ്റുകൊണ്ട് കണ്ണാടിയുടെ അടുത്തേക്ക് പോയി. ഒരു ചിരിയോടെ അവൾ സ്വയം നോക്കി അങ്ങനെ നിന്നു. നെറ്റിയിൽ പടർന്നു പിടിച്ച സിന്ദൂരം, ഇന്നലെ ആദി തന്ന പ്രണയത്തിൻ്റെ അംശം അവൾക്ക് തോന്നി. അവൾ കബോർഡ് തുറന്ന് ഇടാനുള്ള ഒരു ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് വിന്ദ കട്ടിലിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും കുളിച്ചിറങ്ങിക്കൊണ്ട് ആദി വന്നിരുന്നു. ആദിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വിന്ദ കുളിക്കാനായി കയറിപ്പോയി. ദേഹത്തേക്ക് വെള്ളം വീഴുമ്പോൾ അവൾക്ക് നല്ലോണം പല ഭാഗത്തും നീറുന്നുണ്ടായിരുന്നു. ആ വേദന ഒരു കുഞ്ഞു പുഞ്ചിരിയിൽ ഒതുക്കിക്കൊണ്ട് വിന്ദ അങ്ങനെ നിന്നു. കുളി കഴിഞ്ഞ് ദേഹം തുടച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ടവൽ കൊണ്ട് മുടി ചുറ്റിക്കെട്ടി വെച്ച് ബാത്റൂമിൽ നിന്നും വന്നു. റൂമിൽ കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു ആദി. വിന്ദ വന്നത് കണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. വാ, സിന്ദൂരം ഇട്ട് തരാം. വിന്ദയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ആദി ഒരു ചിരിയോടെ പറഞ്ഞു. കണ്ണാടിക്ക് മുന്നിൽ വിന്ദ ആദിക്ക് നേരെ നിന്നു. അവൻ സിന്ദൂരച്ചെപ്പ് തുറന്ന് ഒരു നുള്ളു സിന്ദൂരമെടുത്ത് ആ സീമന്തരേഖയിൽ ചാർത്തി. ശേഷം അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ആദിയും വിന്ദയും താഴേക്ക് ചെല്ലുമ്പോൾ ആകാശം വേദയും ദേവും ധ്രുവനും മീനും സ്റ്റാലിനും അച്ഛനും പ്രീതിയമ്മയും അനിയമ്മയും അർജുനും ഇരിപ്പുണ്ടായിരുന്നു. ആ നിങ്ങളെ കാത്തിരുന്നു. വിശന്ന് കുടൽ തന്തയ്ക്ക് വിളി തുടങ്ങി. അർജുൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ബലരാമൻ പറഞ്ഞു. ഞാൻ ഇന്നലെ തന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഇമ്മാതിരി 80കളിലെ കോമഡി ഇറക്കരുതെന്ന്, വെറുതെ മനുഷ്യനെ കളിപ്പിക്കാൻ. അർജുൻ പറഞ്ഞു. ഇവൻ വായ തുറന്നാൽ ഏറെയിലാണല്ലോ ധ്രുവ, ഈ അജുവിനെ കൊണ്ട്. ആദി പറഞ്ഞു. ചായ കുടിക്കാം മക്കളെ. അനിത പറഞ്ഞു. വേഗം തായിനിയമ്മേ, എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്കും വിശക്കുന്നു, അർജുൻ പറഞ്ഞു. അത് ശരിയാ, വിശക്കുന്നുണ്ട് മോനെ. ആദി, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ പോകും. അവിടെ എത്തിയിട്ട് വിളിക്കാം, ബലരാമൻ പറഞ്ഞു. അച്ഛാ, ഞങ്ങളും കൂടെ വരാം, ആദി പറഞ്ഞു. ഞങ്ങളും വരാം, നമുക്കൊരു ട്രാവലറിൽ അങ്ങ് പോവാം, ധ്രുവ് പറഞ്ഞു. അതന്നെയാ ഞാനും പറയുന്നത്, നമുക്ക് ഒരുമിച്ച് പോകാം, സ്റ്റാലിൻ പറഞ്ഞു. അങ്ങനെയാണേൽ ഇവരെ എയർപോർട്ടിലാക്കിയിട്ട് വരുന്ന വഴിക്ക് നമുക്ക് തൃശ്ശൂർ പോയിട്ട് വരാം. അവിടെ ചെന്ന് വടക്കുന്നാഥനെ കണ്ടിട്ട് വരാം, അജു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനുമുണ്ട്. കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ നാളെ അവിടെ പൂരമാണ്. ഒരു 100 വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്, അനിത പറഞ്ഞു. എനിക്കും കാണണം തൃശ്ശൂർ പൂരം. ആനപ്രേമികളെല്ലാം നിരന്നു നിൽക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിലെ എല്ലാ സ്ഥലത്തിലുമുണ്ട് പ്രശസ്തമായൊരു പൂരം. ആനയും കൊട്ടവും ബഹളവും അങ്ങനെയെല്ലാം. പൂരങ്ങൾക്ക് പേര് കേട്ട നാടാണ് തൃശ്ശൂർ. അതുപോലെ അവിടെ ഉള്ളവരും അടിപൊളിയാണ്, മീനു പറഞ്ഞു. നിനക്ക് ഇത്രയും അറിവുണ്ടോ മീനു തൃശ്ശൂരിനെ കുറിച്ച്? എങ്ങനെ മനസ്സിലായി? ദേവു ചോദിച്ചു. അതൊക്കെ എനിക്കറിയാം, നീ എന്താ വിചാരിച്ചത്? അപ്പോൾ അച്ഛാ, നമുക്ക് പോവല്ലേ? മീനു ചോദിച്ചു. എങ്കിൽ പോവാം, ഒരുമിച്ച് പോയിട്ട് വരാലോ. എല്ലാവരും പോയി റെഡി ആയിക്കോ, ബലരാമൻ ഒരു ചിരിയോടെ പറഞ്ഞു. തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ സ്റ്റേ വേണ്ടി വരും, അതിനുള്ള കാര്യം സെറ്റാക്കട്ടെ, സ്റ്റാലിൻ പറഞ്ഞു. ഞാൻ ട്രാവലർ എൻ്റെ ഗാർഡ്സിനെ കൊണ്ട് വരാൻ പറയാം, അതിൽ തന്നെ ഡ്രൈവറും ഉണ്ടാകും, ആകാശ് പറഞ്ഞു. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി റെഡിയായി സെറ്റായിക്കോ, ധ്രുവൻ പറഞ്ഞു. അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കാനുള്ള സാരി ഒന്ന് എടുത്ത് ബാഗിൽ വെച്ചോ, അതുപോലെ ആൺപിള്ളേരുടെ മുണ്ടും ഷർട്ടും, പ്രീതി പറഞ്ഞു. അത് ശരിയാണ്, അതുപോലെ ചെയ്തോ, അനിത പറഞ്ഞു. അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് റെഡിയാവാനായി അവരവരുടെ റൂമിലേക്ക് പോയിരുന്നു. കബോർഡിൽ നിന്നും ഡ്രസ്സെല്ലാം നോക്കിയെടുക്കാണ് ദേവു. ധ്രുവ് റൂമിലേക്ക് വന്ന് വാതിലടച്ച് ലോക്കിട്ടുകൊണ്ട് ദേവുവിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. അഞ്ജു, നിനക്ക് തൃശ്ശൂർ പോവാൻ ആഗ്രഹമുണ്ടോടി? സത്യം പറയണം, ധ്രുവ മെല്ലെ ചോദിച്ചു. എനിക്ക് നല്ല പോലെ ആഗ്രഹമുണ്ട് ശിവേട്ട. ശിവേട്ടൻ എൻ്റെ കഴുത്തിൽ വടക്കുന്നാഥൻ്റെ മുന്നിൽ വെച്ച് താലി കെട്ടി സിന്ദൂരം തൊടുവിച്ച് ഭാര്യയാക്കണമെന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു, ദേവു പറഞ്ഞു. ആണോ? എന്നിട്ടെന്താ നീ എന്നോട് ആ കാര്യം ഒരു വട്ടം പോലും പറയാതിരുന്നത്? ധ്രുവ് ചോദിച്ചു. അതിനിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? എൻ്റെ കെട്ട് ഇവിടെയുള്ള അമ്പലത്തിൽ വെച്ച് ഞാൻ പോലും അറിയാതെ കഴിഞ്ഞില്ലേ, ദേവു സാരിയെടുത്ത് ആ കട്ടിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അതും ശരിയാണല്ലേ, ധ്രുവൻ പറഞ്ഞു. ശരിയാണെന്നല്ല, ശരി തന്നെ, സാരമില്ല. എൻ്റെ കെട്ട് ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ച ഭർത്താവിനെ തന്നെ കിട്ടിയല്ലോ, ദേവു പറഞ്ഞു. ധ്രുവ് ഒരു പുഞ്ചിരിയോടെ ദേവുവിനെ അവനിലേക്ക് അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഹണിമൂൺ ട്രിപ്പ് പോവാം, പിന്നെ ഒരു പാലക്കാടൻ ട്രിപ്പുണ്ട്, ധ്രുവ് പറഞ്ഞു. ആണോ? ഹണിമൂൺ നമ്മൾ എന്തിനാ പോകുന്നത്? അതിന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടില്ല, പിന്നെന്തിനാ നമ്മൾ പോകുന്നത്, ദേവു പറഞ്ഞു. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിയുമല്ലോ, ധ്രുവ് പറഞ്ഞു. ഓ പിന്നെ എങ്ങനെ കഴിയും? എപ്പോൾ കഴിയും? ദേവു ചോദിച്ചു. തൃശ്ശൂർ പോയി വരുന്നതിനുള്ളിൽ ഞാൻ നിന്നെ എല്ലാ തരത്തിലും സ്വന്തമാക്കും മഞ്ജു, ധ്രുവ് പറഞ്ഞു. നടന്നത് തന്നെ. ശിവേട്ടൻ എന്നെ വിട്ടേ, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറട്ടെ, ദേവു പറഞ്ഞു. നടക്കും, നടത്തിയിരിക്കും, നീ നോക്കിക്കോ. ഇനിയുള്ള ദിവസം നീ എണ്ണിയിരുന്നു, ധ്രുവ് പറഞ്ഞു. എണ്ണിക്കോളാം, തൽക്കാലം എന്നെ ഒന്ന് വിട്, ഞാൻ ഡ്രസ്സ് മാറട്ടെ, ദേവു പറഞ്ഞു. ഇപ്പോൾ വിടാം, പക്ഷേ വിടാത്ത ഒരു ദിവസമുണ്ട് അഞ്ജുമോളെ, എന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവ് ദേവുവിനെ വിട്ടു. ദേവു ധ്രുവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് മാറാനായി ബാത്റൂമിലേക്ക് നടന്നു. ധ്രുവ് അവളെ നോക്കിക്കൊണ്ട് കട്ടിലിൽ ചെന്നിരുന്നു. അവൻ്റെ മനസ്സിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു.